നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിനയ, എന്താ വിനയുണ്ടായേ? അവൻ ദയയെ വീട്ടിലെത്തിക്കുന്നല്ലേ പറഞ്ഞത്, പിന്നെന്ത് ഇങ്ങോട്ടേക്ക് വന്നത്? ദയ വന്നതോ അവൻ അവളെ ഇങ്ങോട്ടേക്ക് അയച്ചതോ അല്ല ശബരി. പിന്നെ നിതിൻ ദയ അവിടെ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അവളവനെ ബീറൂപ്പി കൊണ്ട് കുത്തിയിട്ട് ഇറങ്ങി ഓടി. ആ ഒരവസ്ഥയിൽ ദയയെ ശബരിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ അവളെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശബരി, ദയ ആ സമയത്ത് വിനയം കണ്ടത് എന്തായാലും നന്നായി. ഈ കേസിൽ സ്റ്റേഷനിൽ പോയി കീഴടങ്ങേണ്ട കാര്യമൊന്നുമില്ല. അവൻ ദയക്കെതിരെ മൊഴി കൊടുത്താലല്ലേ. അതെന്താ അവൻ മരിച്ചോ? ദയ അവനെ കൊന്നിട്ടാണോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്? ഏയ്, മരിക്കാനൊന്നും സാധ്യതയില്ല ശബരി. ബീറൂപ്പി കൊണ്ട് കുത്തിയല്ല, അതൊക്കെ അവൻ അതിജീവിച്ചോളൂ. അതെ ശബരി, കത്തിക്കുത്തേറ്റവര് പോലും രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ അവൻ മരിക്കാൻ ഒരു ചാൻസും ഇല്ല. പക്ഷെ ഒരു ക്രൈം ചെയ്ത ദയയെ ഒളിപ്പിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൂടുതൽ അപകടം ഉണ്ടാക്കും. അതെ, ആത്മരക്ഷാർത്ഥം അവൾ അവനെ കുത്തിയെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സറണ്ടർ ആവുന്നതാ നല്ലത്. അല്ലെങ്കിൽ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചെന്നായിരിക്കും കേസ്. ദയെ ഒളിപ്പിച്ചവരും പ്രതികളാവും. ദയ എവിടെ? ശബരി, ഒന്നുകൂടെ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ പോരെ. ദയ കീഴടങ്ങാൻ പോവായിരുന്നു, പക്ഷെ ഇപ്പൊ അവക്ക് പോവാതിരുന്നത് നന്നായിന്ന് തോന്നുന്നുണ്ട്. അതെ, നിതിൻ എന്തായാലും പരമാവധി കേസ് ഒഴിവാക്കാനേ നോക്കൂ. അതെ, അവന്റെ പരിക്ക് ഗുരുതരമല്ലെങ്കിൽ അവൻ വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ട്രീറ്റ്മെന്റ് എടുക്കാനേ നോക്കുള്ളൂ. അതെ. അപ്പൊ പിന്നെ നമ്മളായിട്ട് ദയയെ നിയമത്തിന് വിട്ടുകൊടുക്കുന്ന പോലെ ആവില്ലേ? അവന്റെ പരിക്ക് ഗുരുതരമാണെങ്കിലും അങ്കളെ, നിതിൻ കേസ് കൊടുത്തില്ലെങ്കിൽ ഹോസ്പിറ്റൽ റിപ്പോർട്ടിന്റെ പുറത്ത് പോലീസ് അന്വേഷണം തുടങ്ങും. അപ്പൊ നിതിന് ദയക്കെതിരെ മൊഴി കൊടുക്കേണ്ടി വരില്ലേ? അതെ അങ്കിളെ, ഒരു ക്രൈം ചെയ്തിട്ട് അത് മൂടി വെക്കാനും കൂടി ശ്രമിച്ച ദയക്ക് പിന്നെ നിയമത്തിന്റെ ഒരു ആനുകൂല്യം കിട്ടൂലെന്ന് അങ്കിളിന് അറിയില്ലേ? അതൊക്കെ അറിയാം മോളെ. പക്ഷേ വിനയൻ തക്ക സമയത്ത് ദയയെ വഴിയിൽ നിന്ന് രക്ഷിച്ച് ഇവിടം വരെ കൊണ്ടുവന്നല്ലേ. ഇതിനെ രക്ഷിച്ചോണ്ട് വന്നൊന്നും പറയാൻ പറ്റില്ല അങ്കിള്. പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ തീരുമാനിച്ച ദയെ എത്രയും വേഗം അവിടേക്കായിരുന്നു എത്തിക്കേണ്ടിയിരുന്നത്. എങ്കിലും പോലീസുകാർക്ക് പോലും ദയോടൊരു മതിപ്പുണ്ടാവുമായിരുന്നു. ഇതിപ്പോ പോലീസിലെ ദയക്കെതിരെ ആദ്യം പരാതി പോവാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. ഉള്ളില് കുറ്റവാസനയുള്ളവരങ്കിളെ കുറ്റം ചെയ്തവരെ ഒളിപ്പിക്കാൻ നോക്കുന്നത്. നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ. ശബരി, വാ, അച്ഛനും ദയ അകത്തുണ്ട്, അവരോട് സംസാരിക്കാം. വാ ദയേ, ദയേ. ആ, ദേ ശബരി വന്നു. ഇല്ല ദയേ, ഒന്നുമില്ല. ശബരേട്ട, അവൻ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോ ഞാൻ അവനെ... സാരമില്ല, നിനക്കൊന്നും പറ്റിയില്ല, അത് മതി. എന്നെ പോലീസ് പിടിക്കോ? എന്നെ അവര് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കോ? ഒന്നും സംഭവിക്കില്ല എന്റെ പൊന്നുമോളെ. അച്ഛൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞതല്ലേ? ഇല്ല അച്ഛാ, ദയ പോലീസിൽ കീഴടങ്ങിയേ പറ്റൂ. ഞാൻ ഇവൾ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. വേണോ ശബരി, എന്റെ മോള്? ഇല്ല മോളെ, ഒന്നുമില്ല, ഒന്നും പേടിക്കണ്ട. അച്ഛനല്ലേ പറയുന്നത്. പേടിയായിട്ടാണോ നീ ആദ്യം സ്റ്റേഷനിൽ സറണ്ടർ ആവാൻ പോയത്? വഴിയിൽ വെച്ച് വിനയം വിളിച്ചുകൊണ്ടല്ലേ നീ കൂടെ ഇങ്ങോട്ട് വന്നത്? അതെ മോളെ, നീ ആദ്യം എടുത്ത തീരുമാനം ശരിയായ തീരുമാനം.
നീ ആത്മരക്ഷാർത്ഥം ചെയ്തതല്ലേ? പോലീസ് നിയമമൊക്കെ നിന്റെ കൂടെ നിൽക്കൂ. നീ ധൈര്യപൂർവ്വം എന്റെ കൂടെ വാതേ. നിനക്കൊന്നും പറ്റില്ലെന്ന് ഞാൻ ഉറപ്പുതരാം. എന്നെ നിനക്ക് വിശ്വാസമില്ല ദയേ. മോളെ ദാസ് എന്താ ചെയ്യാ? മോളെ ശബരിയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അച്ഛന് പിന്നെ ഒന്നും പറയാനില്ല. എന്റെ മോൾക്ക് ഒന്നും ആവാതെ നോയിക്കൊള്ളാം. അല്ല, നിങ്ങൾ എങ്ങനെ പോകും ശബരി? ഞാൻ ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറയാം. വേണ്ടങ്ങളെ, ഞങ്ങൾ സ്കൂട്ടറിൽ പോയിക്കോളാം. ഹലോ, വേണ്ട ശബരി, അത് റിസ്കാ. വണ്ടി കാറിൽ പോയാൽ മതി. എന്നാ പിന്നെ എന്റെ മോളോടൊപ്പം ഞാനും കൂടി ചെല്ലട്ടെ. വേണ്ട അച്ഛാ, അച്ഛൻ സ്റ്റേഷനിലേക്കൊന്നും പോകണ്ട. ദയോടൊപ്പം ഞാൻ പോയിക്കോളാം. ചേച്ചി വന്നാ മതി അച്ഛ. അച്ഛൻ വരണ്ട. ഡ്രൈവർ വണ്ടിയായിട്ട് ഇപ്പൊ വരും. ഞാൻ കൂടെ വരണോ? വേണ്ട സർ, ഞാൻ എൻ്റെ ബൈക്കിൽ ഇവരുടെ കൂടെ പോവാം. ചിലപ്പോ ദയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആരാണെന്ന് ചോദിച്ചാലോ? അപ്പോ ഞാൻ പോവാം. സാറ് അച്ഛൻ്റെ അടുത്ത് ഉണ്ടായാൽ മതി. ഞാനുണ്ട്, ഞാൻ നോക്കിക്കോളാം. എന്നാ ഇറങ്ങാം. എന്റെ മോള് പോയിട്ടോ. വാ, ദേ. ഒരു കുഴപ്പമുണ്ടാവില്ല. അച്ഛനല്ലേ പറയുന്നത്. പോയിട്ടോ, ധൈര്യമായിട്ട് പോയിട്ടോ. ചെല്ല്. വാ. ചിരു പോയിട്ട് വരാം. ചെല്ല്. കേറ്. അണ്ണാ, വിഷമിക്കണ്ട അണ്ണാ, എല്ലാം ശരിയാവും. ഒന്നും സംഭവിക്കില്ല അവൾക്ക്.